സ്വന്തം മനസ്സിനെ ഏറ്റവും ശക്തമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ക്ലീൻ ചെയ്യുക എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും സ്വന്തം ടേബിളിൻ്റെ മുകളിലേക്ക് മറ്റുള്ളവർ വലിച്ചെറിയുന്ന വേസ്റ്റ് എല്ലാം കൊണ്ട് ചോദിക്കുക? നമ്മുടെ വീട് മുറ്റത്തേക്ക് ഒരാൾ ഒരുപാട് വേസ്റ്റ് വലിച്ചെറിഞ്ഞാൽ ആ വേസ്റ്റ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നമ്മളുടെ ഡൈനിങ് ടേബിളിൽ നമ്മൾ നിരത്തി വെക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനകത്തും നമ്മൾ അനാവശ്യമായ കാര്യങ്ങളെ കയറ്റി വെക്കും. അവിടെയാണ് ഫൊർഗീവ്നെസ് എന്നതിൻ്റെ സാധ്യത വരുന്നത്. ക്ഷമിക്കുക അത്ര എളുപ്പമൊന്നുമല്ല അല്ലേ? ആരോടൊക്കെ ക്ഷമിക്കാൻ കഴിയും? നമുക്ക് ആദ്യം ക്ഷമിക്കേണ്ടത് നമ്മളോടാണ്. നമ്മളോട് ആദ്യം ക്ഷമിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വളർച്ചയുടെ സാധ്യതകളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ലൈഫിൽ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാവാം. അവിടെ നമ്മൾ ആ മിസ്റ്റേക്സ് ആദ്യം നമ്മളോട് തന്നെ ക്ഷമിച്ചിട്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും കുറ്റബോധവും പശ്ചാത്തലവുമായിരിക്കും. മനസ്സിലാക്കുക, ഇന്നലെ സംഭവിച്ച തെറ്റ് നമ്മൾ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. അപ്പൊ അതിനോട് നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ ആ റിഗ്രറ്റ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ക്ഷമിക്കാം, പൊറുക്കാം. നമ്മളോട് തന്നെ ആദ്യം. നമ്മളോട് ക്ഷമിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ, നമ്മൾക്ക് നമ്മളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് നല്ലൊരു സെൽഫ് എസ്റ്റീമും നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആക്കുന്നതിൻ്റെ മൈൻഡ് അബൻഡൻസിലേക്ക് പോകുന്ന ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മളോട് തന്നെ ഇഷ്ടം ഉണ്ടാവുക എന്നതാണ്. അതിനുള്ള ഒരു വഴിയാണ് ക്ഷമ എന്ന് പറയുന്നത്, പൊറുക്കുക എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മൾ മറ്റുള്ളവരോട് പൊറുക്കുക എന്ന് പറയുന്നതാണ്. ചിലർ പറയും, അയ്യോ അവനോടൊന്നും കൊന്നാ പൊറുക്കാൻ കഴിയില്ല സാറേ, നമുക്ക് നടക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ പൊറുക്കേണ്ടതുണ്ട്. ആളുകളോട് എങ്ങനെ പൊറുക്കാം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായ ലോജിക്കാണ്. എന്തിനു പൊറുക്കണം എന്ന് മനസ്സിലാക്കണം. നമ്മളൊരാളുടെ പൊറുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അയാളുടെ ഫൊർഗീവ്നെസ് കാണിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ആ വ്യക്തിയെ കംപ്ലീറ്റ്ലി നമ്മുടെ മനസ്സിന്ന് പോകാൻ അനുവദിച്ചു എന്ന് മാത്രമാണ്. അതല്ലാതെ നമ്മൾ തിരികെ ചെന്ന് അവരുടെ കാലിൽ വീണ് അവരെ ഹഗ് ചെയ്ത് അവരെ കൂടെ വീണ്ടും പഴയ പോലെ തുടരാൻ നിർബന്ധമൊന്നുമില്ല. ആവുമെങ്കിൽ മാത്രം. അതർവൈസ് നമ്മൾ ആ വ്യക്തിയുമായിട്ട് നമ്മുടെ കയർ ഒഴിവാക്കുകയാണ്. ഒരു ഉദാഹരണം പറയാം. ഒരാളോട് ഒരു വലിയ തെറ്റ് സംഭവിക്കുന്നു, അയാൾ ആ തെറ്റ് നിങ്ങളോട് കാണിക്കുന്നു. എന്താ ഉണ്ടാവുക? ഇനി എവിടെയൊക്കെ അയാളെ കണ്ടാലും നിങ്ങളുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അല്ലേ? കാരണം നിങ്ങൾ ഇങ്ങനെ അയാളെ കാണുമ്പോഴൊക്കെ അസ്വസ്ഥമാവും. നിങ്ങളുടെ മനസ്സ് പഴയതിലേക്ക് പോകും. നിങ്ങളുടെ മനസ്സിൻ്റെ വൈബ്രേഷനും നിങ്ങൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വലിയ നിലയും എല്ലാം പോയി പോകും. നേരെ മറിച്ച് നിങ്ങൾ ആ പഴയ ഹോണ്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടേയിരിക്കും. അതൊരു ട്രോമയായി നിങ്ങളെ വേട്ടയാടിക്കുന്നു. അതിന് പകരം അയാളോട് നിങ്ങൾ പുറത്തു കഴിഞ്ഞാലോ, അയാളുടെ പ്രസൻസ് ഒരിക്കലും നിങ്ങളെ അസ്വസ്ഥമാക്കില്ല. നിങ്ങൾ എന്താ പറയണത്? നിങ്ങൾ പുറത്തു കഴിഞ്ഞിരിക്കുന്നു, അയാളെ പോകാൻ അനുഭവിച്ചിരിക്കുന്നു. അങ്ങനെ പോയി കഴിഞ്ഞ ഒരാള് അയാളുടെ പ്രസൻസ് എവിടെ സംഭവിച്ചാലും നിങ്ങളെ ബാധിക്കില്ല. കാരണം നിങ്ങളിപ്പോൾ ആ വ്യക്തിയോട് ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല. നിങ്ങളുടെ ഇമോഷണൽ ആ അറ്റാച്ച്മെന്റ് കട്ട് ചെയ്ത് കളയുക. അതാണ് പൊറുക്കുക എന്ന് പറയുന്നത്. അതായത് ആ ആളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, വിട്ടുകളയുന്നു, നമ്മൾ അതോട് പുറത്തിരിക്കുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കാം. എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട് പലരും. എങ്ങനെയാണ് വലിയ മുറിവുകളൊക്കെ പൊറുക്കാൻ കഴിയുക? ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് സ്വസ്ഥമായി കിടക്കയിലിരിക്കാം. എന്നിട്ട് കണ്ണടച്ചിട്ട് ആ ആളെ മുന്നിൽ സങ്കല്പിക്കാം. നമ്മുടെ മുന്നിൽ ഒരു ചെറിയ ഫയർ സങ്കല്പിക്കാം. ഒരു ചെറിയ അഗ്നി കൊണ്ട് നമ്മുടെ മുന്നിൽ സങ്കല്പിക്കാം. എന്നിട്ട് നമ്മൾ അയാളോട് പറയുക, നിങ്ങൾ എന്നോട് ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ പുറത്തിരിക്കുന്നു, നിങ്ങളോടുള്ള എൻ്റെ എല്ലാ വെറുപ്പുകളും ഞാൻ ഈ അഗ്നിയിൽ ഹോമിക്കുകയാണ് എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. കേൾക്കുമ്പോൾ വളരെ ഓക്വേർഡായി തോന്നാം, പക്ഷേ ഇത് വളരെ എഫക്റ്റീവായൊരു മാർഗമാണ്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ നമ്മളോട് പൊറുക്കുന്നൊരു ഫീല് അല്ലെങ്കിൽ നമ്മൾ അവരോട് പൊറുക്കുന്ന ഫീല് നമുക്കുണ്ടാവും. നമ്മൾ അഗ്നിയിലേക്കെല്ലാം ഹോമിച്ച് കളയാം. അതിനുശേഷം റിലാക്സ് ചെയ്ത് ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കുന്നു പറഞ്ഞിട്ട് എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള എല്ലാ ടൈസും എല്ലാ ബന്ധങ്ങളും ഞാനിതാ അവസാനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞൊഴിവാക്കാം. ഇനി അങ്ങനെ പോകാൻ സമ്മതിക്കേണ്ടാത്തവരാണെങ്കിൽ എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. അതല്ലെങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ആ വ്യക്തിയെ നമ്മളിൽ നിന്നും അകന്നു പോകുന്നതായിട്ടും അവർ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്ത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടും കരുതുക എന്നുള്ളതാണ്. ഇനിയാവും ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചാലും വളരെയധികം മെത്തേഡ്സ് ഉണ്ട്.
ഒരുപാട് മെത്തേഡ് ഞാൻ ട്രെയിനിങ്ങിലൊക്കെ പറയാറുണ്ട്. ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും പൊറുക്കുക എന്നത് അനിവാര്യമാണ്, പ്രധാനമാണ്. ഹോ ഒപ്പോണോപ്പോ പോലെയുള്ള മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ അവരോട് പൊറുത്തിരിക്കുന്നു, താങ്ക് യു എന്ന് പറയുന്ന മെത്തേഡ്, സോറി പറയുന്ന മെത്തേഡ്, ഓക്കെ, ധാരാളം മെത്തേഡ്സ് ഉണ്ട്. ഒപ്പം ഐ ലവ് യു എന്ന് പറയുന്ന മെത്തേഡ്, ഒരുപാട് മെത്തേഡുകളുണ്ട്. പൊറുക്കുക എന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, നമ്മൾ ഫ്രീ ആവാൻ വേണ്ടിയാണ്, നമ്മുടെ മനസ്സ് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ്.